ഹേ ഗായ്സ്, അപ്പം നമ്മുടെ ക്യാമ്പിൻ്റെ മോർണിംഗ് വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മളിന്നലെ നൈറ്റിലെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ക്യാമ്പിൽ ഇപ്പോൾ സ്പെൻഡ് ചെയ്ത് ഞാനും കിരണം സുക്കുമ്മയും കൂടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ഫസ്റ്റ് ഞങ്ങളുടെ ടെൻറ്റ് ലൈഫാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇതാ എവിടെ പോകാനാണ് റെഡി ആയത്? നമ്മുടെ കൊളുക്കുമല പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. സുക്കുമ്മയെ കാണിച്ച്, സുക്കുമ്മയുടെ ഔട്ട്ഫിറ്റ് കാണിച്ച്, പുതിയ സൂതി ഔട്ട്ഫിറ്റ് കാണിക്ക്. ഓ സെറ്റ് എൻ്റെ പുതിയ സുതി ഔട്ട്ഫിറ്റ്, കിരണ്ടാച്ചിൻ്റെ പഴയ സുതി ഔട്ട്ഫിറ്റ്. ഞങ്ങളെന്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് വന്നാന്നറിയാം, കാണിച്ച് പോവാൻ എനിക്ക്. യെസ്, ദിസ് ഇസ് ഊട്ടിപ്പൂ. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഊട്ടിപ്പൂ, കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഊട്ടിപ്പൂവിൻ്റെ ചെടി. സുഖമായി പറിക്കല്ലേ. അവിടെ ഉണ്ട്. ഇത് നമ്മളുടെ ടെൻറ്റ് സ്റ്റേയിൻ്റെ മേൽ ഭാഗത്തായിട്ടാണ്. കുറേ ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, കുറേ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് പറിച്ചായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾക്ക് ദോശയും സാമ്പാറും ഇഡ്ഡലിയായിരുന്നു. സുക്കുമ്മയുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് സുക്കുമ്മ അത് കഴിച്ച് നമ്മൾ മൂന്നേരോട് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്ഷൻ ആളുകൾ ആദ്യം പോയി. സൺറൈസ് കാണാൻ വേണ്ടി പോയില്ലായിരുന്നു, പക്ഷെ കൊച്ചുള്ളതുകൊണ്ട് സൺറൈസ് ഞങ്ങൾ ഒഴിവാക്കി. അത്രയും ഏർലി മോർണിംഗ് പോകണ്ടെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ടെൻറ്റ് നൈറ്റ് ഞങ്ങൾ നന്നായിട്ട് ഉറക്കമൊക്കെ സുഖമായി. രാവിലെ 9 മണിക്കാണ് നമ്മൾ എണീറ്റത്. അത്രയും നേരം കിടന്ന് ഉറങ്ങി, സുഖിച്ചുറങ്ങി ഞങ്ങൾ ശരിക്കും. പിന്നെ നമ്മളിനിയിപ്പോൾ കൊളുക്കുമല കാണാൻ വേണ്ടി പോണേണ്. അപ്പോൾ ക്ലൗഡ് ബെഡ് ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോണത്, എന്താവെന്ന് അറിയില്ല. പിന്നെ പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് ജീപ്പിനാണ് പോണത്. ജീപ്പിനും പോയിട്ട് കുറച്ച് ഓഫ് റോഡാണ്, കുറച്ചല്ല കംപ്ലീറ്റ്ലി ഓഫ് റോഡാണ്. കൊളുക്കുമലയിൽ പോയിട്ട് തിരിച്ചു വരണം. അങ്ങനെ നമ്മളത് ആ കൊളുക്കുമല ട്രക്കിന് വേണ്ടിയിട്ട് ഇറങ്ങണതാണ്. ക്യാമ്പിൻ്റെ അവിടെ നിന്ന് മേളിലേക്ക് നടന്നു വന്നപ്പോഴൊക്കെ നമ്മൾ അണച്ച് ഉപ്പാട് വന്ന് നല്ല രീതിയിൽ ഹൈറ്റിലാണ് നടക്കണത്. ഗൈസ്, ഞങ്ങൾക്കുള്ള വണ്ടി വന്നു, പോകാൻ പോകുന്നു കൊളുക്കുമല. അപ്പോൾ നമ്മളുടെ കൊളുക്കുമല ഓഫ് റോഡ് ജീപ്പ് സഫാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ്. ഇനിയിപ്പോൾ ഒരു 30 മിനിറ്റ്സോളം നമുക്ക് ട്രാവലിംഗ് ഉണ്ട്. എവിടെ പോകണം നമ്മൾ? എവിടെ പോണ? കൊളുക്കുമലേ വേണ്ട, സിപ്പ് ലൈനിൽ കയറ്റണ്ട. പറയുന്നല്ലേ കുറച്ച് കഴിയുമ്പോ നമ്മൾ ഇനി ഇവിടെ നിന്ന് വേണം കൊളുക്കുമല ടോപ്പിലേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ എല്ലായിടത്തും നമ്മുടെ ഹോട്ട് എയർ ബലൂണൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അത് 1300 ആണ് പെർ ഹെഡ്. അപ്പോൾ അവർ ജസ്റ്റ് ഫുള്ള് മൗണ്ടെയിൻ്റെ അങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ല, ജസ്റ്റ് മേളിലേക്ക് പോകും, ഫുൾ വ്യൂസ് കാണിക്കും, പിന്നെ താഴത്തേക്ക് വരും. അങ്ങനെയാണ് പോകുന്നത്. പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ താമസിക്കുന്ന വീടുകളാണ് ഈ കാണുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ കൊളുക്കുമല പീക്കിലെത്തി. നമ്മുടെ ജീപ്പാണ് ഗ്രീൻ കളറിലൊക്കെ മതി. ഇന്നൊരു 1/2 മണിക്കൂറോളം ട്രാവൽ ഉണ്ട് കേട്ടോ നമുക്ക് കൊളുക്കുമല എത്താൻ വേണ്ടിയിട്ട്. നമ്മളെത്തി. നമ്മളുടെ ഓഫ് റോഡ് ജീപ്പ് സഫാരി കഴിഞ്ഞ് ഇനിയിപ്പോൾ കൊളുക്കുമലയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആണ്. ക്ലൗഡ് ബെഡ് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. കൊളുക്കുമല പീക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് റൂട്ട് കൊളുക്കുമല പീക്കിലേക്കുള്ള. ഇത്തിരി ഹെവിയാണ്, ചെറുതായിട്ട്. നടന്നുകൊണ്ടിരിക്കുന്ന ഇയർമഫ് ആണോ? എന്തെറ്റി എടുത്തോ. വി ആർ ഇൻ ദ പീക്ക്. ആ ക്ലൗഡ്സ് വരുന്നുണ്ട് കേട്ടോ. സുക്കുമി ഗൈസ്, അപ്പോൾ നമ്മളുടെ
കൊളുക്കുമല പീക്കെത്തി കിരൺ ഷാജി. ഇത് കൊളുക്കുമലയിൽ നിന്നിട്ട് നമ്മൾ താഴേക്ക് ഉള്ള ടീ പ്ലാന്റേഷനിലേക്ക് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ആ കാണുന്ന റൂട്ടിൽ കൂടിയാണ് നമ്മൾ വന്നത്. സത്യം പറഞ്ഞ ജ്യോതിയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. നമ്മൾ ക്ലൗഡ് ബെഡ് കാണുമ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല. കോടമഞ്ഞ് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഈ വ്യൂ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. കോടമഞ്ഞ് ഫുള്ള് കയറിയിട്ടുണ്ട് അവിടെ. സെറ്റാണ് കിഡ് വ്യൂ എന്ന് പറഞ്ഞാൽ കിഡ് വ്യൂ ആണ് അവിടെ. പക്ഷെ നമുക്ക് ക്ലൗഡ്സ് ഒന്നും കിട്ടിയില്ല, ക്ലൗഡ് ബെഡ്സ് കിട്ടിയില്ല, ബാക്കി എല്ലാം കാണാൻ പറ്റി. അപ്പോൾ കൊളുക്കുമല വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന, അതായത് ക്ലൗഡ് ബെഡ്സ് കാണാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വരുന്നവരൊരു കാര്യം ശ്രദ്ധിക്കണം. നവംബർ ടു ഫെബാണ് ഇവിടെ ക്ലൗഡ് ബെഡ്സ് നന്നായിട്ട് കാണുന്ന ടൈമെന്ന് ആ ജീപ്പ് ഓടിക്കുന്ന ചേട്ടന്മാർ നമ്മളടുത്ത് പറഞ്ഞായിരുന്നു. എൻ്റെ ശരിക്കും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ആ ക്ലൗഡ് ബെഡ് കാണുമെന്ന്. പക്ഷേ ഞങ്ങൾക്കത് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പോയ ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര സീനായിരുന്നു. കാരണം അത്രയും കുലുക്കി നമ്മൾ നന്നായിട്ട് ആവശ്യതയാവും. കുറച്ച് റിസ്ക്കും കൂടിയാണ് പോണത്. ശരിക്കും വൺ ടൈമാണ് നമ്മൾക്ക് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എഫേർട്ട് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾക്കത് കാണാനും പറ്റില്ല. നമ്മൾ തിരിച്ചിതാ വരുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതും ഇതാ വീണ്ടും കുലുക്കം. ഞങ്ങളപ്പോൾ ബാക്കിലാണ് ആദ്യം പോയപ്പിരുന്നത്. പിന്നെ ഞങ്ങൾ സെൻറ്ററിൽ വന്നിരുന്നത്. കാരണം അത്രയും കുലുങ്ങി കിരണ്ട നടുവൊക്കെ ചെറിയൊരു സീൻ കിട്ടി. പിന്നെ സുക്കുമി ഉറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നടുക്ക് വന്നിരുന്നു. നമ്മളൊരു 1/4 മണിക്കൂറോളം ടൈം ട്രാവലുണ്ട്. ശരിക്കും ആ കാണുന്ന മൗണ്ടെയിൻ്റെ പീക്കിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ അത്രയും ട്രാവൽ ചെയ്യണം. അത് ഫുൾ ഓഫ് റോഡാണ്. ആകെ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാ നമ്മൾ ഇതാ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളുടെ ടീ പ്ലാന്റേഷൻസ് ഒക്കെ എത്തി. നമ്മളെത്തി തിരിച്ചെത്തിരിക്കുന്ന അങ്ങനെ നമ്മളിതാ തിരിച്ച് നമ്മളുടെ ക്യാമ്പിലേക്ക് എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് 12 മണിക്ക് ചെക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഇനി മൂന്നാർ ചെന്നിട്ട് അവിടെ നിന്ന് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട്.